ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുതി സുസുക്കി വാഗണർ പഴയ മോഡൽ വണ്ടിയാണ്, 4 സിലിണ്ടർ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് തീരെ വലിവ് കുറവ്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാല് കൊടുത്ത് ഓവർടേക്കൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നല്ല രീതിയിൽ കാല് കൊടുക്കുമ്പോൾ വണ്ടി ഇരയ്ക്കല്ലാതെ വണ്ടി അങ്ങോട്ട് നീങ്ങുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കയറ്റമൊക്കെ കയറാൻ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് സഡനായിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറില്ല. അതായത് പെതുക്കെ നമ്മളൊന്ന് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പെതുക്കെ മൂവായിട്ട് മുകളിലോട്ട് കയറി പോകും. പക്ഷേ സഡൻ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് കയറാണ്ട് നല്ല രീതിയിൽ എഞ്ചിൻ റൈസ് ആകുന്നുണ്ട്, നല്ല കരിഞ്ഞ സ്മെല്ലും വരുന്നുണ്ട്. അതുപോലെ തന്നെ മൈലേജ് നല്ല രീതിയിൽ കുറവുണ്ട്, പിക്കപ്പ് നല്ല രീതിയിലും കുറവുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലച്ചാണ് അഴിക്കേണ്ടത്. കാരണം കാല് നമ്മൾ എടുക്കുന്ന സമയത്ത് ഫുള്ള് മുകളിൽ വന്നാലേ വണ്ടി മൂവ് ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ക്ലച്ച് നല്ല രീതിയിലുള്ള ടൈറ്റും ഉണ്ട്. നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ടൈറ്റ് ഒന്ന് നോക്കാം. വണ്ടിയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ടൈറ്റിലാണിത് അകത്തോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ക്ലച്ച് ഓഫ് ആവുന്ന ഒരു ഫ്രീ പോർഷൻ വരുന്നുണ്ട്, അത് നമുക്കതുകൊണ്ട് ഫീൽ ചെയ്യൂല. നല്ല രീതിയിലുള്ള ടൈറ്റാണ് ഈ ക്ലച്ചിന് ഉള്ളത്. അതുപോലെ തന്നെ ഓഫ് ആവുന്ന ഒരു പോർഷൻ കാണുന്നുമില്ല, അത് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ക്ലച്ച് ചവിട്ടി വണ്ടി എടുക്കുമ്പോൾ ഏകദേശം ഇത്രയ്ക്ക് വന്നാൽ മാത്രമേ വണ്ടി മൂവ് ആവുള്ളൂ. മീൻസ് ക്ലച്ച് ഡിസ്ക് നല്ല രീതിയിലുള്ള തേഞ്ഞിട്ടുണ്ട്. ഈ ടൈറ്റ് വരാനുള്ള കാരണം ക്ലച്ച് ഡിസ്ക് തീർന്നിട്ട് പൊടി കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയൊരു ടൈറ്റ് വരുമ്പോഴേ നമ്മൾ കറക്റ്റായിട്ട് നോക്കുക ക്ലച്ച് ഡിസ്ക് തീരാറായിട്ടുണ്ടോയെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ മാറിവിടുക, ഇല്ലെന്നുണ്ടെങ്കിൽ വഴി കിടക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നല്ല രീതിയിൽ റേസ് ആവുന്നുണ്ട്, വണ്ടി മൂവ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ക്ലച്ച് നമുക്കിതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ചെടുക്കാം. എന്നിട്ട് ക്ലച്ചിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ്. അതിൻ്റെ പൊടിയും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ക്ലച്ച് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലച്ചിൻ്റെ ടൈറ്റിൻ്റെ കാരണം നോക്കാം. നമ്മളിപ്പോൾ ക്ലച്ച് ഇവിടെയാണ് ഇതിൻ്റെ ലിവർ നമ്മൾ ടൈറ്റ് ആകുന്നത്. നോക്കിയാൽ മനസ്സിലാവും, ക്വിക്കായിട്ട് ബാക്കിലോട്ട് വരുന്നില്ല. അത് തന്നെയല്ല, ഇതിനുള്ളിൽ നല്ല രീതിയിലുള്ള പൊടിയും കാര്യങ്ങളുമായിട്ട് ഇത് ടൈറ്റായിട്ടാണ് ഇറങ്ങുന്നത്. അതായത് മേളിലോട്ട് നല്ല സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നേരെ ഇത് റിട്ടേൺ പോകേണ്ടതാണ്. പക്ഷേ ഇത് നമ്മൾ തള്ളി കഴിയുമ്പോൾ മാത്രമേ ഇത് റിട്ടേൺ പോകുന്നുള്ളൂ. അത് തന്നെയല്ല, ആ പൊടി കയറിയിരുന്നതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ക്രിക്ക് എന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പൊടിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളയണം. ഇതിനകത്ത് മൊത്തം കഴിയണം. അതുപോലെ ഇതിനകത്ത് പൊടിയുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് പൊടിയുണ്ട്. ഈ പൊടിയും കാര്യങ്ങളെല്ലാം നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളയണം. അതുപോലെ തന്നെ ഈ ടൈറ്റ് ഈ ഭാഗത്തൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. കാരണം ഈ റിലീസ് ബെയറിങ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് മേളോട്ട് വന്നിട്ട് നല്ല രീതിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് ശരിക്കും താഴോട്ട് നല്ല ഫ്രീ ആയിട്ട് പോകണമെന്നുണ്ട്. ഈ ഒരു പോർഷൻ വരുമ്പോഴും ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ പ്രസ് ചെയ്ത് താഴോട്ട് ഇറങ്ങിയാൽ മാത്രമേ ഇത് താഴോട്ട് ഇറങ്ങി പോകുന്നുള്ളൂ. അപ്പോൾ അത്രയും ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കണം. അതുപോലെ തന്നെ ഇതിനുള്ളിലെ പൊടിയും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുക്കണം. കാരണം ഈ ഞെരുക്കം വരുന്ന ഈ പൊടി ഇതിനകത്ത് കയറിയിരിക്കുന്നതുകൊണ്ടാണ് ഞെരുക്കം വരുന്നത്. കൂടാതെ ഇതിനിടയ്ക്കും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ക്ലച്ചിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. ക്ലച്ച് നോക്കി കഴിയുമ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും, റിവിറ്റ് കറക്റ്റ് മുട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത് ഏത് നിമിഷം വേണമെങ്കിലും വണ്ടി വഴി കിടക്കാം എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സൈഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് റിവിറ്റ് തേഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. ഈ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഇവിടെ ക്ലച്ചിനൊരു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു വെട്ട് ഒരു കട്ടിങ് പോലെ ഇങ്ങനെ വരും. ആ കട്ടിങ്ങൊക്കെ പൂർണ്ണമായിട്ടും തേഞ്ഞ് പോയിട്ട് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ കട്ടിങ് തേയുന്നതാണ് ശരിക്കും ക്ലച്ച് മാറേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇതിനകത്തോട്ട് നോക്കിയാൽ റിവിറ്റ് പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു കേസിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വണ്ടി നമ്മൾ ഒരു കയറ്റമൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കാല് കൊടുക്കും. നല്ല രീതിയിൽ കാണിക്കുമ്പോൾ ഉള്ള ക്ലച്ചൂടെ തേഞ്ഞ് പോകും. പിന്നെ വണ്ടി തീരെ കയറാതെ വഴി കിടക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ക്ലച്ചിന് ചെറിയൊരു ടൈറ്റ്, നമ്മൾ പെഡലിൽ ടൈറ്റ് വരുമ്പം തന്നെ ക്ലച്ച് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണെങ്കിൽ അന്നേരം തന്നെ മാറ്റി വിട്ട് കഴിഞ്ഞാൽ വണ്ടി വഴി കിടക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സൈഡിൽ ഇത് നമുക്ക് നോക്കാം. ഇതും അതേപോലെ തന്നെ റിവിറ്റ് പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളും. റിവിറ്റ് തൊട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തൊക്കെ നിൽക്കുന്നത്. ഇവിടുത്തെ ഇതാണ് ഒരു വെട്ട് വരുന്നത്. ആ വെട്ടൊക്കെ പൂർണ്ണമായിട്ടും തേഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്രഷർ പ്ലേറ്റും കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ വെട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിംഗറും തേഞ്ഞ് പോയിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ക്ലച്ച് ശരിക്കും ഇളകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് പുതിയ ക്ലച്ചിൻ്റെ അവസ്ഥ നോക്കാം. ഇതിൻ്റെ റിലീസ് ബെയറിങ്ങിൻ്റെ മൂളിച്ച നമുക്ക് നോക്കാം. നല്ല മൂളിച്ചുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്ലേയും റിലീസ് ബെയറിങ്ങിന് ഉണ്ട്.
ഇതാണ് ഇതിൻ്റെ പുതിയ റിലീസ് ബെയറിങ്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ പുതിയ ക്ലച്ച് ഡിസ്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവിറ്റിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല രീതിയിൽ താന്നാണ് ഇതിൻ്റെ റിവിറ്റ് നിൽക്കുന്നത്. ഇത് വാലിയുടെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള താഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയ്ക്ക് താഴ്ച ഉള്ളതാണ് റിവിറ്റിന്. അതുപോലെ തന്നെ ഈ വെട്ട് നോക്കിയാൽ മനസ്സിലാവും, ഈ വെട്ട് ഈ പഴയതിൽ നമ്മൾ നോക്കുമ്പോൾ ആ വെട്ട് കാണാനില്ല, ഫുള്ളായിട്ട് തേഞ്ഞ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിവിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുതിയ പ്രഷർ പ്ലേറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ക്ലച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് പിടിപ്പിക്കാം. ഇതാണ് ഇതിൻ്റെ പൈലറ്റ് ബെയറിംഗ് വരുന്നത്. ഈ പൈലറ്റ് ബെയറിംഗ് ശരിക്കും പറഞ്ഞാൽ ഉടക്കിയാണ് തിരിയുന്നത്. അപ്പോൾ ക്ലച്ച് മാറുന്ന കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ്, റിലീസ് ബെയറിംഗ് മാറ്റി വിടുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പൈലറ്റ് ബെയറിംഗ് കൂടെ മാറ്റി വിടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിലീസ് ബെയറിംഗ് ഇപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റ് നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മളിപ്പോൾ പ്രസ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ശരിക്കും റിട്ടേൺ പോകുന്നില്ല, അപ്പോൾ ഇതൊക്കെയാണ് താഴോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അത് റിട്ടേൺ പോകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പൊടി കയറിയിരിക്കുന്നതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് റിട്ടേൺ പോകാത്തത്. അതാണ് നമുക്ക് മെയിനായിട്ട് ഈ ടൈറ്റ് വരുന്നതിൻ്റെ കാര്യം. ഒന്ന് ഇവിടെ അഴുക്ക് കയറിയിരിക്കുന്നത്, പിന്നെ ഈ രണ്ട് സൈഡിലും അഴുക്ക് കയറിയിരിക്കുന്നതാണ് മെയിനായിട്ട് ടൈറ്റ് വരാനുള്ള ഒരു കാരണം. ഒന്ന് നമ്മളിപ്പോൾ പ്രസ് ചെയ്തിട്ട് വിടുമ്പോൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് അന്നേരം തന്നെ ടക്കെന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് പോകേണ്ടതാണ്. ഇപ്പോഴും അത് മേളിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മളിവിടെ നോക്കുന്ന സമയത്ത് പെതുക്കെ റിട്ടേൺ വരുന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും, പെതുക്കെ റിട്ടേൺ വരുന്നതേ ഉള്ളൂ. അത് തന്നെയല്ല, ആ ഭാഗത്ത് വന്നിട്ട് അത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. നമ്മൾ പ്രസ് ചെയ്ത് മാത്രമേ താഴോട്ട് പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വിടുമ്പോൾ ടക്കേന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് വരേണ്ടതാണ്. ഇത് പെതുക്കെയാണ്, അതായത് ഇതിനകത്ത് പൊടി കയറിയിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലുള്ള അഴുക്കും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിവറെ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളിപ്പോൾ പ്രസ് ചെയ്തിട്ടുണ്ട്, വിടുമ്പോൾ സഡനായിട്ടാണ് വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കുമ്പോൾ ഇത് പെതുക്കെയാണ് റിലീസാവുന്നത്. ഇപ്പോൾ നമ്മൾ പിടിച്ചു വിടുമ്പോൾ അതേ സ്പീഡിൽ തന്നെ തിരിച്ച് റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ പെട്ടെന്നാണ് ഇത് റിട്ടേൺ പോകുന്നത്. കാരണം ഇതിനകത്ത് പൊടി കയറിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൂവ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നുണ്ട്. നേരത്തെ അങ്ങോട്ട് നമ്മൾ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതേ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നല്ല രീതിയിൽ ഫ്രീ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലച്ച് മാറുമ്പോൾ ഈ അഴുക്കും കാര്യങ്ങളൊന്നും എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ക്ലച്ച് അതേപോലെ തന്നെ ടൈറ്റിൽ നിൽക്കും. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ലൂബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റിലീസ് ബെയറിംഗ് ഫിറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ റിലീസ് ബെയറിംഗ് ഇടാനായിട്ട് നമ്മൾ ഷാഫ്റ്റിനെ മുകളിലോട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് വലിച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു വെട്ട് വരുന്നുണ്ട്. ഈ വെട്ട് ഇതിനുള്ളിലായിട്ട് കയറ്റിയിടുക. ഈ ലോക്ക് ഇതിനുള്ളിലായിട്ട് കയറ്റിയിട്ടതിന് ശേഷം ബാക്കിലോട്ട് കുറച്ച് വലിച്ചതിന് ശേഷം ഇത് കറക്റ്റിൻ്റെ സെൻറ്റർ കൊണ്ട് വെച്ചതിന് ശേഷം ഈ ഹോളിലോട്ട് ഇറക്കി വിടുക. ബാക്കി വരുന്ന ഗ്രീസ് കറക്റ്റായിട്ടൊന്ന് തുടച്ച് കളയുക. പിന്നെ ഓൾറെഡി നമ്മൾ ഗ്രീസും കാര്യങ്ങളും ചെയ്യേണ്ടി. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഇത്രയും ഫുള്ള് വന്നാലും ഇതിനകത്ത് ഷാഫ്റ്റ് ഫുള്ള് മുകളിലോട്ട് വന്നാലും നമ്മൾ കൈ വിടുമ്പോൾ നേരെ റിട്ടേൺ ആയിട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് ആണ് ഈ ലിവറിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും മുകളിൽ വന്നിട്ടുണ്ട്, വിടുമ്പോൾ അതേപോലെ തന്നെ റിട്ടേൺ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഷാഫ്റ്റ് നമുക്ക് നേരത്തെ മുകളിലോട്ട് വരാനായിട്ട് ഭയങ്കര പാടാണ്. ഇത്രയും മുകളിലോട്ട് വരാനായിട്ട് തന്നെ പാടായിരുന്നു. കാരണം ഇവിടെ എല്ലാം പൊടി അടുക്കി പിടിച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റക്കായിരുന്നു. കൂടാതെ ഈ രണ്ട് സൈഡും സ്റ്റക്കായിരുന്നു. ഇത്രയും മുകളിൽ വന്നിട്ട് നമ്മൾ കൈ എടുക്കുമ്പോൾ നേരെ റിട്ടേൺ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പൈലറ്റ് ബെയറിങ് ഉടക്കം കാര്യങ്ങളുണ്ട്. കൂടെ നമ്മൾ പൈലറ്റ് ബെയറിങ് മാറി വിട്ടിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് ടൈറ്റ് വരുമ്പോൾ തന്നെ കറക്റ്റായിട്ട് തന്നെ നോക്കി വിടുക. ക്ലച്ച് ടൈറ്റ് വരുമ്പോൾ ക്ലച്ച് ഡിസ്ക് തീരാറായ ഒരു സിംറ്റംസ് ഓടിച്ച് നോക്കുമ്പോൾ റേസിംഗ് കാണിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ക്ലച്ച് ഡിസ്ക് മാറ്റി വിടുക. കാരണം ഇതിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഫുള്ളായിട്ട് ക്ലച്ച് ഡിസ്ക് തീർന്നാണ്, നമ്മൾ ഓൾറെഡി ഇത് കണ്ടതാണ്. അതുപോലെ തന്നെ മൈലേജ് നല്ല രീതിയിൽ ഷോർട്ട് ഉണ്ടാവും, പിക്കപ്പ് നല്ല രീതിയിൽ കുറവും, കയറ്റം കയറാൻ അതുപോലെ തന്നെ ഓവർടേക്കിംഗ് ഒക്കെ നല്ല പാടായിരിക്കും. അപ്പോൾ ക്ലച്ച് ടൈറ്റ് വരുമ്പോൾ തന്നെ ക്ലച്ച് കറക്റ്റായിട്ട് തന്നെ മാറ്റി വിടുക, കേബിളിൻ്റെ പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ ഗിയർ ബോക്സ് കയറ്റി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ക്ലച്ചിൻ്റെ ഫ്രീ നമുക്കൊന്ന് നോക്കാം. വണ്ടിക്ക് ഉള്ളിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഫ്രീ ആണ് ക്ലച്ചിന് ഉള്ളത്, നല്ല രീതിയിൽ ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഓപ്പോഷൻ വരുന്നത് പിന്നെ അങ്ങോട്ട് ചെറിയ ഫ്രീയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ടൈറ്റിലാണ്
ക്ലച്ച് നിന്നേക്കുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മളിപ്പോൾ വണ്ടി ഗിയർ ഇട്ടിട്ട് ഈ ഒരു ഇത്രയും മൂവ്മെൻറ്റ് ഹാഫ് ക്ലച്ചിൽ വണ്ടി നമുക്ക് സുഖമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. മറ്റേന്ന് പറഞ്ഞാൽ ഇത്ര വന്നാൽ മാത്രമേ വണ്ടി മൂവ് ആവുള്ളൂ. അപ്പോൾ ഈ കേസിൽ നല്ല രീതിയിൽ ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും. നമ്മൾ ഇതുപോലെ 2 ഇഞ്ച് പ്ലേയും ഇട്ടിട്ടുണ്ട് ക്ലച്ചിന്. ഓക്കെ. അപ്പോൾ മാരുതി സുസുക്കി വാഗണറിൻ്റെ ക്ലച്ച് ടൈറ്റ്, മൈലേജ് ഷോട്ട്, അതുപോലെ തന്നെ പിക്കപ്പ് കുറവ്. നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് വണ്ടി മൂവിങ് കുറവായിരിക്കും, പക്ഷേ എൻജിൻ നല്ല രീതിയിൽ റേസ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ മൈലേജ് നല്ല രീതിയിൽ ഷോട്ടുണ്ട്. കയറ്റം കയറാനുള്ള പാട്, ഓവർടേക്ക് ചെയ്യാനുള്ള പാട്, ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ്. ക്ലച്ചായിരുന്നു എൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ കണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.